Welcome back to United Central. Liverpool 1, United 2. Come on United! Yes, we needed that. അങ്ങനെ 9 വർഷങ്ങൾ ഓൾമോസ്റ്റ് ഒരു പതിറ്റാണ്ടിന് ശേഷം നമ്മൾ ആൻഫീൽഡിൽ പോയി ഒരു മത്സരം വിജയിച്ചിരിക്കുകയാണ്. താങ്ക്സ് ടു ഹാരി മഗ്വായ ആൻഡ് ബ്രയാൻ എംബുമോ. രണ്ടുപേരുടെയും പെർഫോമൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു കളിയിലേക്ക് വന്ന് കഴിയുമ്പോൾ അമോറിമിന് ഒരു ക്രെഡിറ്റ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പലരും കോൺഫിഡൻസ് താഴേക്ക് പോയി കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്കോ ഇല്ല. പക്ഷേ അമോറിം പറഞ്ഞു എന്തുകൊണ്ടാണ് സെസ്കോനെ കളിപ്പിക്കാറുള്ളത്. കാരണം ലോങ് ബോൾസ് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഹെഡേഴ്സ് വിൻ ചെയ്യാനായിട്ട് വാൻഡൈക്കും കൊണാട്ടയുണ്ട്. നമുക്കറിയാം ലോകത്തിൽ തന്നെ മികച്ച ഹെഡേഴ്സ് ഓഫ് ദി ബോളാണ്. അപ്പോൾ അവർക്കെതിരെ സെസ്കോനെ കളിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ വേറൊരു പ്ലാൻ ട്രൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് അമോറിം പറഞ്ഞത്. അതപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തത്. വർക്കൗട്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട് ത്രീ ഇങ്ങനെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലൂയിഡ് ആയിരുന്നു. അതുപോലെ തന്നെ കുണ്യയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിംസ് ഫോർ യുണൈറ്റഡ് എന്ന് പറയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരു നോൺ ലീനിയർ ആയിരിക്കും. കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുണ്യയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുണ്യ ഇന്നത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇൻ യുണൈറ്റഡ് ഷർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിയുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഓൺ ദി ബോൾ എബിലിറ്റിയൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ കണ്ടു. ഒരു ഗോളോ അസിസ്റ്റോ നേടാനായിട്ട് കുണ്യക്ക് സാധിച്ചില്ലെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ്, എസ്പെഷ്യലി പ്രഷർ സിറ്റുവേഷനിൽ പുള്ളിക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം, ഫോളോ മേടിച്ച് തരാം, ആ ഒരു മൈൻഡിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്ട്രെങ്ത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഓൺ ദി ബോളിൽ നല്ല പ്രഷർ സിറ്റുവേഷനിലാണെങ്കിലും ഓൺ ദി ബോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് കളിക്കുന്ന വളരെ കുറച്ച് പ്ലേയേഴ്സ് ഉള്ളത്. അത് ഒരാളെന്ന് പറഞ്ഞാൽ മെയിനുമാണ് കളിപ്പിക്കാറില്ല. അപ്പോൾ കുണ്യ വന്നതിന് ശേഷം ശരിക്കും എന്താണ് കുണ്യനെ കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അതാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുണ്യയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ പിന്നെ തീർച്ചയായും എംബുമോൻ്റെ കാര്യമൊക്കെ പറയണം. എംബുമോയുടെ ഗോളും അതുപോലെ തന്നെ ആ ഒരു സലാ സെലിബ്രേഷനും അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ പ്രീ മാച്ച് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ എംബുമോയിലാണ്. കാരണം ലിവർപൂളിൻ്റെ ഡിഫൻസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി അവരുടെ ഫുൾ ബാക്സിൻ്റെ ഏരിയയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യാനായിട്ട്, കർക്കസിൻ്റെ ഏരിയയൊക്കെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബുമോയുടെ റൺസ് ഇൻ ബിഹൈൻഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ എംബുമോയുടെ ഗോൾ വന്നു. അതുപോലെ തന്നെ ഓവറോൾ പുള്ളിക്കാരൻ വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് എംബുമോയുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ തന്നെ അമാദ് എംബുമോ കോമ്പിനേഷൻ അത് എന്താ പറയുക ക്ലിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് ഡാലോട്ടിനെ വീണ്ടും കളിപ്പിക്കുന്നു. അപ്പോൾ ഇന്നലെ ലൈനപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഡാലോട്ട് ഷിറ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബാക്ക് ഏരിയ ഡോർഗുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചില സമയത്ത് മോശം പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു ബാക്കിൽ വെച്ച് കളിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഫിക്സ് ചെയ്യേണ്ട ഏരിയകളിലൊന്നാണ് ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ വിഷയമാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടിരുന്ന ചില സമയങ്ങളും മത്സരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പം കളി അങ്ങോട്ടും കൊണ്ട് തിരിയായിരുന്നു. അത് ഈ പറയുന്ന പോലെ ഈ ഒരു ഇങ്ങനത്തെ കളികളുടെ പ്രത്യേകത അതാണ്. ചിലപ്പോൾ ഇന്നലെ നമ്മൾ ജയിച്ച കളി ചിലപ്പോൾ ലിവർപൂളും ജയിക്കാൻ വരുന്നത്, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നൊരു കളിയാണ്. അപ്പോൾ എന്തിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു വിജയം, അതും ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ അമോറിമിന് ആദ്യമായിട്ട് ജയിക്കാൻ പറ്റി, അതും ആൻഫീൽഡിൽ പോയിട്ട് ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള വിജയം ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അമോറിമിൻ്റെ യുണൈറ്റഡിലുള്ള ഇതുവരെയുള്ള കരിയറിലെ വൺ ഓഫ് ദി ഐക്കോണിക് വിൻസിൽ ഒന്നാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. മേ ബി ഇതിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊന്നും നമുക്ക് കിട്ടാനില്ല. ഒരു മെൻ്റൽ ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ബിൽഡ് ചെയ്യാനൊന്നും പോകണില്ല. അപ്പോൾ അതാണ് ഇനി വരുന്ന മത്സരങ്ങളിൽ നമ്മൾ പെർഫോം ചെയ്ത് വിൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഓഫ് കോഴ്സ് മെൻഷൻ ചെയ്യേണ്ട ഒരാൾ ഹാരി മഗ്വായറിൻ്റെ ആ ഒരു ഗോളിനെ കുറിച്ചിട്ടാണ്. ഹാരി മഗ്വായ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹത്തിനൊരു വിന്നിങ് ഗോൾ അടിക്കാമായിരുന്നു. പക്ഷെ അത് മിസ്സാക്കി കളഞ്ഞു. അതിന് പകരമായിട്ട് പുള്ളിക്കാരൻ ഈ വർഷത്തെ വിന്നിങ് ഗോൾ അടിച്ചു എന്നുള്ളതാണ്. നല്ലൊരു ഹെഡർ ഗോളാണ്. അതുപോലെ ബ്രൂണോയുടെ ആ ഒരു ബോളും നല്ല ബോൾ തന്നെയായിരുന്നു. അതുപോലെ ബ്രൂണോയുടെ ഭാഗത്തു നിന്നും അറ്റ് ടൈംസ് ഈ പറയുന്ന പോലെ നമുക്ക് നല്ലൊരു ഫ്രീ കിക്കിൽ നിന്ന് നമുക്ക് അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവർ ബോൾ എടുത്തുകൊണ്ട് പോയ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1-2 സിറ്റുവേഷനിൽ നമ്മൾ അവരുടെ ഫൈനൽ തേർഡിലേക്ക് ചെന്നതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ പോയിട്ട് അവർക്ക് കൗണ്ടർ കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ
അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല. ഈ ഒരു ഇങ്ങനത്തെ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവ്സിലേക്ക് മാത്രം നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫൻസീവ് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലിലിറ്റ് ആണെങ്കിലും വളരെ സോളിഡായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഷോയുടെ ഭാഗത്താണെങ്കിലും തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് മെൻഷൻ ചെയ്യേണ്ട ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻ ലാമൻസിനെ കുറിച്ചിട്ടാണ്. സെന്നിച്ചൻ അമോറിമിൻ്റെ 2 വിജയങ്ങളിൽ സെൻ ലാമൻസിൻ്റെ അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് 2 വിജയങ്ങളിൽ സെൻ ലാമൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒറ്റൊരു മനുഷ്യൻ വന്നതിന് ശേഷം നമ്മുടെ ഡിഫൻസ് കംപ്ലീറ്റ്ലി ഒന്ന് കാമായി എന്നുള്ളതാണ്. മറ്റേത് ഈ എറാറ്റിക് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സ് ഉള്ളപ്പോൾ നമുക്കും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനൊരു ഒനാനയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കളി കാണാൻ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഫ്രണ്ട് കളിക്കുന്ന ഡിഫൻഡേഴ്സിന് എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ നോൺസെൻസ് ഗോൾ കീപ്പർ. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സേവുകൾ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പുള്ളി മനോഹരമായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബോൾ വരുന്ന സമയത്ത് ബോൾ ചാടി പിടിക്കുന്നുണ്ട്, കോർണർ വരുന്ന സമയത്ത് അടിച്ച് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഗോൾ കീപ്പേഴ്സിനെ കോർണറിൽ വന്ന് കഴിയുമ്പോൾ എതിർ ടീമുകളെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലാമൻസിനെ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്തിട്ടില്ല. പുള്ളി വന്നു കഴിയുമ്പോൾ അടിച്ച് തെറിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇസാക്കിൻ്റെ ആ ഒരു ഷോട്ടിൽ നല്ലൊരു സേവ് നടത്തി. ഈ പറയുന്ന പോലെ ഓഫ് സൈഡ് മുമ്പ് വിളിച്ചിരുന്നു. പിന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പൊസിഷനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ആ സലയുടെ ആ ഒരു ഷോട്ട് നമുക്കറിയാം ഒനാനയോ ബൈൻഡിയറോ ആണെങ്കിൽ അവിടെ പ്രതിമ പോലെ നിൽക്കുകയുള്ളൂ. പക്ഷെ പുള്ളി കറക്റ്റ് സമയത്ത് പുള്ളി പുറത്തേക്ക് ഇറങ്ങി വന്ന് മേഡ് ഹിംസെൽഫ് ബിഗ് എന്ന് പറയുന്ന പോലെ പുള്ളി ആ ഒരു ആംഗിൾ ടൈറ്റ് ആക്കി. സേവ് നടത്തേണ്ടി വന്നില്ല. പക്ഷെ അതിന് മുമ്പേ തന്നെ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഷോട്ടിലേക്ക് അല്ലെങ്കിൽ ഓൺ ടാർഗറ്റിലേക്ക് നയിക്കാതിരിക്കാനായിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ ആ ഒരു ആംഗിൾ ടൈറ്റ് ആക്കി സ്ഥലം പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബൈൻഡിയർ ഒനാനൊക്കെയാണ് അവിടെ പ്രതിമ പോലെ നിൽക്കും, ചിലക്ക് ഷോട്ട് അടിക്കാൻ ചാൻസ് കിട്ടും, ചിലപ്പോൾ അത് ഉള്ളിലേക്ക് കയറും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്യാപ്പ് കൊടുത്ത ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ഷോട്ടാണെങ്കിലും പുള്ളിക്കാരൻ്റെ പൊസിഷനിങ് നൈസായിരുന്നു. അപ്പോൾ ഒനാനയാണെങ്കിൽ അറിയാം എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാവും ഒനാനയുടെ പൊസിഷനിങ്ങിൽ. ഇത് കറക്റ്റായിട്ട് പുള്ളിക്കാരൻ നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പുള്ളിയുടെ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലാണ് പുള്ളി പോയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ലാമൻസിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ലോങ് മെയ്ഡ് കണ്ടിന്യൂ. കാരണം നമ്മൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും അവസാനം സൈൻ ചെയ്ത ഒരു പ്ലെയറാണ് ലാമൻസ്. നമ്മൾ ലാമൻസിന് ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ മേടിച്ചു വെക്കണമെന്ന് നമ്മളിവിടെ ലൈവിലും അല്ലെങ്കിൽ പല വീഡിയോസിലും നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി കഴിഞ്ഞ സീസണിൽ ലോക ഫുട്ബോളിൽ അത്രയും മികച്ചൊരു ഔട്ട്പുട്ടുള്ളൊരു പ്ലെയർ വേറെ ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും നല്ലൊരു ഗോൾ കീപ്പർ ആണെന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. പക്ഷേ പുള്ളി ഓൺ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2 മത്സരങ്ങളേ ആയുള്ളൂ. സാമ്പിൾ സൈസ് ചെറുതാണ്. മേ ബി പുള്ളിയുടെ ഭാഗത്ത് ഇനി വരുന്ന മത്സരങ്ങളിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. കാരണം ഒബ്വിയസ്ലി ഏതൊരു ഗോൾ കീപ്പറാണ് മിസ്റ്റേക്ക് വരുന്നത്. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു പ്ലെയറിനാണ് നമുക്ക് 20 മില്യന് താഴെ കിട്ടിയെന്നുള്ളതാണ്. നമ്മളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ക്ലബിനെ ആദ്യമേ തന്നെ സൈൻ ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ ഒത്തിരി ഇമ്പ്രൂവ് ആയാണ്. ആദ്യ മത്സരങ്ങളിലൊക്കെ എസ്പെഷ്യലി ഗ്രിംസ്ബി ടൗണിലൊക്കെ പുറത്തു പോയതിൽ പലാനയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു സോളിഡ് ആയിട്ടുള്ള നോ നോൺസെൻസ് ഗോൾ കീപ്പർ ഉള്ളപ്പോൾ മനസ്സിനൊരു സന്തോഷം, അതുപോലെ തന്നെ മനസ്സിനൊരു കോൺഫിഡൻസ്, പ്ലേയേഴ്സിനൊരു കോൺഫിഡൻസ്, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ലിവർപൂളിന്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ കളി ഓവറോൾ നോക്കിയാൽ നമുക്കറിയാം അവർ കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് പൊട്ടി. പിന്നെ 4ാമതൊരു മത്സരം പൊട്ടുമെന്നുള്ള അവർ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ആർനെ സ്ലോട്ട് അതിനെപ്പറ്റി പറഞ്ഞ കാര്യമാണ്, യുണൈറ്റഡ് സെസ്കോനെ കളിപ്പിച്ചില്ല എന്ന്. കഴിഞ്ഞ 3-4 മത്സരമായിട്ട് യുണൈറ്റഡ് സെസ്കോനെ കളിപ്പിച്ചു. പക്ഷെ ഇന്നത്തെ മത്സരത്തിലേക്ക് സെസ്കോനെ കളിപ്പിച്ചില്ല. ഇയാളോട് പിന്നെ നേരത്തെ വിളിച്ചു പറയാം, ഞങ്ങൾ ഇന്ന കളിക്കാനാണ് കളിപ്പിക്കുക, നമ്മൾ സെസ്കോ നിന്ന് കളിപ്പിക്കുക. ഇയാൾ എന്തൊരു മണ്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം യുണൈറ്റഡ് സെസ്കോ സെൻട്രൽ ഫോർവേഡിനെ കളിപ്പിച്ചില്ല, വേറെ പ്ലേയേഴ്സിനെ വെച്ചാൽ കളിപ്പിച്ചു. യുണൈറ്റഡ് നോ ബ്ലോക്ക് ഇട്ടു, അതിനെതിരെ ഞങ്ങൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അത് തന്നെ വലിയ കാര്യം എന്നൊക്കെയാണ് പുള്ളിയുടെ കിളി പോയെന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരൻ ടെൻ ഹാഗ് ഇൻ ഡിസ്കൈസ് ആണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നല്ലൊരു വിജയം. അതുപോലെ തന്നെ നമുക്കിനി വരാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബ്രൈറ്റനെതിരെയും സ്പേഴ്സിനെതിരെയൊക്കെയാണ്. സ്പേഴ്സിനെതിരെ നമ്മൾ കഴിഞ്ഞ പോലെ 4 തവണ അടുപ്പിച്ച് പൊട്ടിയതാണ്. അവർക്കെതിരെയൊക്കെ നമ്മളൊരു വിജയം സ്വന്തമാക്കുക, ബ്രൈറ്റനെതിരെ നല്ല റിസൾട്ട് നേടുക. അപ്പം അങ്ങനെയാണെങ്കിൽ മേ ബി വി ക്യാൻ ബിൽഡ് ഓൺ ഇറ്റ്. ഇപ്പം നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഗ്യാപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള ഗ്യാപ്പുകളൊന്നും കാണാനില്ല. ലിവർപൂളായിട്ടൊന്നും വലിയ ഗ്യാപ്പൊന്നുമില്ല. ഇപ്പം ഒന്ന് ആലോചിക്കുകയാണ്, നമ്മൾ ആ ബ്രെൻഫോർഡിനെതിരെ ആ പെനാൽറ്റി ബ്രൂണോ മിസ്സാക്കിയില്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ അവന് റെഡ് കാർഡ് കിട്ടണ്ടായിരുന്നു, ആ പിടിച്ചു വലിച്ചിട്ടവന്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ
കളിയുടെ ഗതി തന്നെ അങ്ങോട്ടും മാറിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റിന്റെ ഗതി അങ്ങോട്ടും മാറിയാണ്. ഫുള്ളാമായിട്ടുള്ള മത്സരത്തിൽ ബ്രൂണോ പെനാൽറ്റി മിസ്സാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു 1-2 പോയിന്റ് ആ മത്സരത്തിൽ കിട്ടിയത് നമ്മളിപ്പോൾ എവിടെ നിൽക്കേണ്ടതാണ്. ബട്ട് സ്റ്റിൽ ദെയർ ഇസ് ടൈം. നമ്മളിതിൽ നിന്നും മെൻറ്റാലിറ്റി കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ ശരിയായ മെൻറ്റാലിറ്റിയാണ് നമ്മൾ മത്സരത്തിന് അപ്രോച്ച് ചെയ്തതെന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി കറക്റ്റ് ആയതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ലിവർപൂൾ 1-1 ആക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകേണ്ടതാണ്. കാരണം ഈ ഒരു സീസണിൽ നമുക്കറിയാം ലിവർപൂൾ പലപ്പോഴും ഇഞ്ചുറി ടൈമിൽ അവർ ഗോളടിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലേയേഴ്സിന് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി താഴേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇന്നലെ മത്സരത്തിലേക്കൊന്നും ഇപ്പോൾ ഉണ്ടായില്ല. ഫുൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. എന്തായാലും എൻജോയ് ദ മൊമെന്റ്, എൻജോയ് ദ വീക്ക്. ഇനിയിപ്പോൾ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.